ഈ വലിയ പുതുവർഷത്തിൽ വലിയ പുതിയ അനുഗ്രഹങ്ങളുമായി ഷെക്കിന ചാനലും ക്രൈസ്റ്റ് കൾച്ചറും പിന്നെ നിങ്ങളുടെ റെജി കൊട്ടാരവും ചോസണുമായി കടന്നു വരികയാണ്. പ്രതീക്ഷയുടെ ഒരു വർഷം നമ്മുടെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി. ഇനി എങ്ങനെ മുന്നോട്ട് പോകണം? യൗവനമേ ശ്രദ്ധിച്ചുകൊള്ളുക. സ്വപ്നങ്ങൾ ഉണ്ടാവണം, പ്രതീക്ഷയുടെ സ്വപ്നങ്ങൾ. ഉറക്കത്തിൽ കാണുന്ന സ്വപ്നങ്ങളോ ഡ്രീംസോ അല്ല, ഉറക്കമില്ലാതാക്കുന്ന ചില സ്വപ്നങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷ തരിക. അത് ശാരീരിക ലോകമാണെങ്കിലും, ഫിസിക്കൽ വേൾഡ് ആണെങ്കിലും, ആത്മീയ ലോകമാണെങ്കിലും, സ്പിരിച്വൽ വേൾഡ് ആണെങ്കിലും, ഒരു കാര്യം ഓർത്തുകൊള്ളുക: സ്വപ്നങ്ങളുള്ളൊരു മനുഷ്യൻ മാത്രമേ മുന്നോട്ട് ചലിച്ചുകൊണ്ടേയിരിക്കുകയുള്ളൂ. ഒരു ചലന സിദ്ധാന്തം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ ഇന്നിതാ മോഷൻ തിയറിയിൽ വളരെ ഇമ്പോർട്ടൻ്റായി നിങ്ങൾക്ക് തരുന്ന ഒരു ചലന സിദ്ധാന്തം ചോസനം എടുക്കുക. ഈ ഒരു വലിയ വർഷത്തിൽ ഒരു ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചാണ് സംസാരിക്കുക. ഇന്ന് ഡീൽ ചെയ്യുന്ന വിഷയം ഓർക്കുക: ഡിസിഷൻ മേക്കിംഗ്. ദൈവം നിങ്ങളെ തൊടട്ടെ. ആമേൻ. യൗവനമേ, ഒരു പുതുവർഷത്തെ എങ്ങനെ നമുക്ക് നേരിടാം? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതോടൊപ്പം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹവും എന്താണ്? ഒരു ജീവൻ മുന്നോട്ട് നടക്കണമെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ ടാലി ചെയ്യണം. ഒന്ന്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ പാസ്റ്റാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം അവൻ്റെ ഫ്യൂച്ചറാണ്. കാരണം പാസ്റ്റ് നമ്മൾക്ക് വേദനാജനകമെങ്കിൽ ഉറപ്പായി ആ മനുഷ്യൻ നഷ്ടത്തിലേക്ക് പോകും. എന്ന് വെച്ചാൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക: യു ആർ നോട്ട് ദ പ്രോഡക്റ്റ് ഓഫ് എ പാസ്റ്റ്, ബട്ട് യു ആർ ദ പ്രോഡക്റ്റ് ഓഫ് എ ഫ്യൂച്ചർ. എന്ന് വെച്ചാൽ നിനക്ക് പാസ്റ്റ് ഒരു പാസ്റ്റായി മാറണം. അതിനെ പരിപൂർണമായി നിൻ്റെ ജീവിതത്തിൽ നിന്ന് നീ കഴുകി വെടിപ്പാക്കാതെ നിൻ്റെ ജീവിതത്തിൽ ഒരു മുന്നോട്ട് യാത്രയില്ല. ഈ പുതുവർഷം ഒരു തീരുമാനമെടുത്തേ മതിയാവുകയുള്ളൂ. നമ്മുടെ പാസ്റ്റിനെ മിക്കായി 7:19 പറയുന്നത് പോലെ ദൈവവചനത്തിൻ്റെ ആഴങ്ങളിലൂടെ അത് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിക്ഷേപിച്ചേ മതിയാവുകയുള്ളൂ. ഒരു മനുഷ്യൻ തൻ്റെ യാത്രയ്ക്ക് സ്പീഡ് കൂട്ടണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നടന്നേ മതിയാവുകയുള്ളൂ. എന്നാൽ അവന് വളരെ സപ്പോർട്ടീവായി ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്ന് തീരുമാനിച്ചാൽ അവൻ്റെ യാത്രയ്ക്ക് സ്പീഡ് കുറയും. ഒരു കാര്യം ഓർത്തുകൊള്ളുക: ഡിസിഷൻ മേക്കിംഗ് സ്പിരിച്വൽ വേൾഡിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തീരുമാനമെടുക്കാത്ത സ്പിരിച്വാലിറ്റി ലൈഫിൽ ഒരിടത്തും എത്തില്ല. നിങ്ങളൊരു ഡിസിഷൻ മേക്കറാണെങ്കിൽ, ആത്മീയ ലോകത്ത് നിങ്ങളൊരു തീരുമാനമെടുക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങളൊരു സ്റ്റാൻഡുള്ള വ്യക്തിയാണെങ്കിൽ, എന്ന് വെച്ചാൽ ദൈവത്തിന് സ്റ്റാൻഡുള്ളതുപോലെ നീതിയും സത്യത്തിനു വേണ്ടി നിലനിൽക്കുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ ഈ പുതുവർഷം നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് ഒരു റോക്കറ്റ് പോലെ കുതിച്ചു പായുവാൻ ദൈവം തയ്യാറാണ്. പ്രിയപ്പെട്ട യൗവനമേ, ഡിസിഷൻ മേക്കിംഗ്. ബൈബിളിൽ ക്രിസ്തു ജനിക്കുന്ന സമയം ജ്ഞാനികൾ കിഴക്കുനിന്ന് ഈ ക്രിസ്തുവിൻ്റെ അടുത്തേക്ക് കടന്നു വരികയാണ്. അവിടെ തൊട്ടു മുമ്പിൽ ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി ഒരു വലിയ നക്ഷത്രം മുകളിലുണ്ട്. എന്നാൽ വരുന്ന വഴി അതിലൊരാൾ ചിന്തിക്കുന്നു: യേശു ജനിക്കണമെങ്കിൽ ഉറപ്പായി അതൊരു രാജകൊട്ടാരത്തിലാകാം. ഉള്ളിലെ ഒരു ബോധ്യം, ഒരു തീരുമാനത്തിലുണ്ടായ ചഞ്ചലത എന്ത് പറ്റിയെന്നറിയാമോ? ഈ ജ്ഞാനികൾ ഹെറോദിൻ്റെ കൊട്ടാരത്തിൽ അവിടെ എത്തിയ ഹെറോദ് കാര്യങ്ങൾ അന്വേഷിച്ച് ഇവരോട് പറഞ്ഞു, തിരികെ വരുന്ന വഴി കണ്ടുപിടിച്ച് കാര്യങ്ങൾ എത്തിക്കണമെന്ന്. ഇതൊരു ചതിയായിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, ഒരു ചെറിയ തീരുമാനത്തിലുണ്ടായ തെറ്റ് പിന്നീട് അങ്ങോട്ട് 2 വയസ്സിൽ താഴെയുള്ള നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളെ ഹെറോദ് കൊന്നൊടുക്കുവാൻ കാരണമായി. കാരണം ഒന്നേ ഉണ്ടായുള്ളൂ: മുകളിൽ നിന്നിരുന്ന നക്ഷത്രത്തെ നോക്കി നേരെ യേശുവിൻ്റെ അടുത്തെത്തേണ്ട അവർ ഒരു കാരണത്താലും
കയറണ്ടാത്ത ഒരു സ്ഥലത്ത് ഒരു സെക്കൻഡിലുണ്ടായ ഒരു പാളിച്ച തീരുമാനം മാറ്റിമറിച്ചു. ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിഷൻ ഉണ്ടാകണം, ഒരു തീരുമാനമുണ്ടാകണം. ഇന്നൊരു തീരുമാനം എടുക്കുന്ന വ്യക്തിയായി മാറണം. എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് നടക്കുക? എങ്ങനെയാണ് അതിനെ നേരിടാൻ പറ്റുക? ഈ ഒരു പ്രോസസ്സിനെയാണ് യഥാർത്ഥത്തിൽ വിൽ ഓഫ് ഗോഡ്, ദൈവഹിതം എന്ന് വ്യക്തമാക്കുക. നമ്മൾക്ക് കേൾക്കാം, ഒരു മനുഷ്യന് ഈ ലോക ജീവിതത്തിൽ ആത്മീയനാണെങ്കിൽ 2 തരത്തിലുള്ള ദൈവഹിതങ്ങളുണ്ട്. ഒന്നതിനെ പെർമിസീവ് വിൽ എന്ന് പറയും, 2 പെർഫെക്റ്റ് വിൽ എന്ന് പറയും. പെർമിസീവ് എന്ന് പറഞ്ഞാൽ ആ ഒരു തീരുമാനങ്ങൾക്ക് സ്പിരിച്വൽ വേൾഡിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാകണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, എനിക്ക് ആഹാരം കഴിക്കണം, വിശക്കുന്നു. ഞാൻ എടുക്കുന്ന തീരുമാനം ഇതാണ്: ഒന്നെങ്കിൽ ആപ്പിൾ കഴിക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് കഴിക്കാം, മറ്റേതെങ്കിലും ഒരു പഴവും എനിക്ക് കഴിക്കാം. ഏത് കഴിച്ചാലും സ്പിരിച്വൽ വേൾഡിൽ വലിയ ഇമ്പാക്റ്റ് ഒന്നും ഇല്ല. അതനുസരിച്ചുള്ള വൈറ്റമിൻസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുന്ന ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഒരു വാഹനം മേടിക്കുന്നത്, അതുമല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്ലോമ കോഴ്സോ സപ്പറേറ്റീവ് ആയ ഏതെങ്കിലും കാര്യങ്ങളോ എക്സ്ട്രാ പഠിക്കുന്നത്, ഇതൊക്കെ ചിലപ്പോൾ ഒരു പെർമിസീവ് വില്ലിൽ വരുന്ന കാര്യങ്ങളാണ്. അവയെ അങ്ങനെ തന്നെ കാണുക. എന്നാൽ വേറൊരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ദൈവഹിതം തെറ്റുന്ന ഒരാൾ ജീവിതത്തിൽ ഈ ഒരു പുതുവർഷമെന്ന് മാത്രമല്ല, ജീവിതമാകുന്ന ഈ തോണിയിൽ ചിലപ്പോൾ റീച്ച് ചെയ്യണമെന്നില്ല. പ്രാധാന്യമേറിയ ആ വിഷയത്തിന് ഇങ്ങനെയാണ് പറയേണ്ടത്: പെർഫെക്റ്റ് വിൽ എന്ന് വെച്ചാൽ അടിസ്ഥാനപരമായി ദൈവഹിതം മാത്രമേ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാമുള്ളൂ. 3 പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് വില്ല് മാത്രമേ ചൂസ് ചെയ്യാമുള്ളൂ. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ വൊക്കേഷൻ. ഈ പുതുവർഷം ചിലപ്പോൾ നിങ്ങളുടെ ഒരു വൊക്കേഷൻ്റെ തീരുമാനങ്ങളിലാക്കാം. എന്ന് വെച്ചാൽ വളരെ ശ്രദ്ധിക്കുക. ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സമർപ്പിത ജീവിതത്തിലേക്ക് ചൂസ് ചെയ്യാം. അതിനുവേണ്ടിയുള്ള പഠനമോ അതിനുവേണ്ടിയുള്ള ഒരു ചൂസിങ്ങോ നിങ്ങൾ എടുക്കുമ്പോൾ അത് ഹിതമാണെങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് മൂവ് ചെയ്യാമുള്ളൂ. കഴിഞ്ഞ നാളിൽ ഞാൻ കുറേ കുട്ടികളെ കണ്ടതിൽ അവരെല്ലാം മാതാപിതാക്കളുടെ ഒരു സപ്പോർട്ട്, അതുകൊണ്ട് തന്നെ സമർപ്പിത ജീവിതത്തിലേക്ക് ജമ്പ് ചെയ്തു. അതിനുശേഷം ആ മകൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ വഴിയില്ലാതെ അവനാകെ തകർന്നൊരു സാഹചര്യത്തിൽ എനിക്ക് കൂട്ടിമുട്ടുവാൻ ഇടയായി. എന്നാൽ വേറൊരു വ്യക്തിയെ ഞാൻ കണ്ടു. പഠിക്കുവാൻ ബുദ്ധിമുട്ട്, മാത്സും ഫിസിക്സും അതൊക്കെ ഭയങ്കര പാടാണ് എന്ന് കരുതി നേരെ സമർപ്പിത ജീവിതത്തിൽ എൻഡ് ചെയ്തു. എന്തുപറ്റി? അവിടെ ചെന്നും അവൻ്റെ ജീവിതത്തിൽ അതിനെ ക്യാരി ഓൺ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അവനും അവിടെ ഒരു പാളിച്ച വന്നതായി കാണുവാൻ പറ്റി. പ്രിയപ്പെട്ട മക്കളെ, വൊക്കേഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് വില്ല് നിങ്ങളുടെ ജീവിതത്തിൽ നിർബന്ധമാണ്. കാരണം ആ തീരുമാനം അനുസരിച്ച് നിങ്ങളുടെ ഇറ്റേണിറ്റി വരെ ആ തീരുമാനത്തിൻ്റെ ഇമ്പാക്ട്സ് നീളുമെന്നുള്ളത് ഉറപ്പാണ്. രണ്ടാമത്തെ ഈ വൊക്കേഷൻ്റെ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുക വിവാഹമാണ്. വിവാഹം കഴിക്കണമെന്ന ഒരു തീരുമാനമുണ്ടായാൽ അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് പ്രോസസ്സാണ് ഹിതമുള്ള ദൈവഹിതമായ പെൺകുട്ടിയായാലും പുരുഷനായാലും ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത്. ഹിതമുള്ള വ്യക്തിയല്ല വരുന്നതെങ്കിൽ എൻ്റെ ഇഷ്ടവും എൻ്റെ ചൂസിങ്ങും എൻ്റെ പ്രയോറിറ്റിയുമാണ് അതിന് കയറുന്നതെങ്കിൽ എനിക്ക് ജനിക്കേണ്ട തലമുറ വരെ അത് മാറ്റമുണ്ടാകാം. എനിക്ക് വരേണ്ട XY ക്രോമസോമിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതോ എൻ്റെ XX പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടതോ കുഞ്ഞുങ്ങളെ നേരിടുവാൻ പറ്റാതെ പലപ്പോഴും ഞാൻ എൻ്റെ ഹിതം തെറ്റിച്ച് എൻ്റെ ചില ഇഷ്ടങ്ങൾ എവിടെ വെച്ചോ ഞാൻ കണ്ടത്, എവിടെ വെച്ചോ എനിക്കിഷ്ടം തോന്നിയ ചില വ്യക്തികളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചത്, ഇതൊക്കെ എൻ്റെ ഇഷ്ടം ദൈവഹിതത്തിനപ്പുറമായി ഉയർന്നാൽ ഈ വിവാഹ ജീവിതത്തിന് നഷ്ടമാകാം. ചിലപ്പോൾ അത് നിത്യത, ഇറ്റേണിറ്റിയെ വരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അതുകൊണ്ട് ഒന്നാമത്തെ പ്രോസസ്സിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വൊക്കേഷൻ്റെ ഡിസിഷന് പെർഫെക്റ്റ് വില്ല് ആവശ്യമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് തെറ്റിക്കുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ
അടുത്തു വരുന്ന തലമുറയെ അത് ബാധിക്കാം. രണ്ടാമത്തെ പ്രോസസ് കരിയറാണ്. കരിയർ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കോഴ്സിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്ന കോഴ്സും അതനുസരിച്ചുള്ള ജോലിയും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ നാളിൽ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ജോലി കിട്ടുന്ന ഒരു വലിയ ഡിപ്പാർട്ട്മെൻറ്റാണ് കമ്പ്യൂട്ടർ ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഒരു യുവാവ് എന്നോട് പറഞ്ഞു, എനിക്ക് ഏറ്റവും പെട്ടെന്ന് ജോലി കിട്ടുവാൻ എൻ്റെ ബ്രെയിനിന് ചേരുന്ന എനിക്കിഷ്ടമുള്ള ഒരു പ്രോസസ്സ് ഗെയിമിംഗ് ആണ്. ഗെയിമിങ് ഡെവലപ്പ് ചെയ്യുന്ന, കാർട്ടൂൺ ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സിലേക്ക് അവന് പോകണമെന്ന് നിർബന്ധം പിടിച്ചു. അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു, നീ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാളായതിനാൽ നിനക്കിത് കോഴ്സ് നല്ലതാണെങ്കിലും കരിയർ നല്ലതാണെങ്കിലും നിൻ്റെ ഫെയ്ത്തിൽ ഇത് നിന്നെ അകറ്റുവാൻ കാരണമാകും. അവൻ പറഞ്ഞു, എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് കരിയറിൽ പെട്ടെന്ന് ജോലി കിട്ടും. അങ്ങനെ അവൻ ആരുടെയൊക്കെയോ നിർബന്ധത്തെ തള്ളി മാറ്റി അവൻ നേരെ ആ കരിയർ ചൂസ് ചെയ്തു. വിവിധ രാജ്യങ്ങളിൽ അതിന് ചേർന്ന പഠനങ്ങൾ, അങ്ങനെ ഗെയിമിങ്, ഫിഫായ്, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു യാത്ര, അതോടൊപ്പം കാർട്ടൂൺസും അതിൻ്റെ ആപ്പ് ഡെവലപ്പ് ചെയ്യാനുള്ള പ്രോസസ്സ്. കഴിഞ്ഞ നാളിൽ അവനെ ഞാൻ കൂട്ടിമുട്ടുമ്പോൾ സ്പിരിച്വാലിറ്റി അവന് വളരെ ഡ്രൈ ആയി, ജീവിതത്തോട് തന്നെ ഹേറ്റ് തോന്നി, ആകെ ഡ്രൈ ആയി, ഒരു മെഷീൻ എങ്ങനെ നടക്കുന്നത് പോലെ ഏതോ ഒരു പോയിന്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് അവനൊരു മെക്കാനിക്കൽ വേൾഡിലൂടെ നടക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അവനോട് എനിക്ക് പറയേണ്ടി വന്നു, യു നീഡ് എ ഡെലിവറൻസ്. നിനക്ക് ഒരു വിടുതലില്ലാതെ ഇനി മാറ്റമില്ല. ഇനി എവിടെ തുടങ്ങണമെങ്കിൽ അവൻ വിടുതലിലേക്ക് വരുന്നതിനപ്പുറം, അവൻ ഒരു ഡെലിവറൻസിലേക്ക് വരുന്നതിനപ്പുറം അവൻ്റെ കരിയറിൽ നിന്ന് തന്നെ അവനെ തിരികെ എടുക്കേണ്ടി വരുന്നു. മറ്റൊരു കുട്ടി കടന്നു വന്നു, പെൺകുട്ടിയാണ്. അവളുടെ കരിയറിൽ അവൾ ചൂസ് ചെയ്തത് അവൾക്ക് ഹൈ പ്രൊഫൈലുള്ള, വളരെ പെട്ടെന്ന് സാമ്പത്തികമായ അനുഗ്രഹം കിട്ടുന്ന പോണോഗ്രാഫിയും അതിനെ സ്ക്രൂട്ടിനി ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഒരു ഡിവിഷനിലേക്ക് അവൾക്ക് ജോലി കിട്ടി. അവൾക്കതിനോട് ഗുഡ് ബൈ പറയാമായിരുന്നു. അവൾ ഗുഡ് ബൈ പറഞ്ഞില്ല. അവളെ പിന്നീട് കൂട്ടിമുട്ടുമ്പോൾ പ്യുവർലി മൈൻഡ് മുഴുവൻ ഈ നെഗറ്റീവ് തോട്ട് കൊണ്ട് ഫില്ല് ചെയ്ത് അവളാകെ വറീഡാണ്. എന്നാൽ അവൾക്ക് ജോലി കളയാൻ പറ്റുന്നില്ല. അവൾ ഹയർ ലെവലിലേക്ക് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുന്നു, അവൾക്കിങ്ങനെ ഗ്രോത്ത് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് ഗുഡ് ബൈ പറയാൻ പറ്റുന്നില്ല, അവൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? വിൽ ഓഫ് ഗോഡിലുണ്ടായ ഒരു തെറ്റ് അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. 1 വെക്കേഷൻ, 2 കരിയർ, 3 നിങ്ങളുടെ മിഷനാണ്. നിങ്ങളുടെ അപ്പനെയും അമ്മയും ഓർക്കുക. മുന്നോട്ടുള്ള യാത്ര ഏത് കരിയർ ആണെങ്കിലും, എഞ്ചിനീയർ ആകാം, ഡോക്ടർ ആകാം, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആകാം, CA ആകാം, ACC ആകാം, നിങ്ങളൊരു നേഴ്സാകാം, നിങ്ങൾ ഏതെങ്കിലും ഒരു ടീച്ചറാകാം, നിങ്ങൾ എവിടെയെങ്കിലുമുള്ള ഒരു കോളേജ് ലെക്ചറർ ആകാം, ഏത് പ്രൊഫഷൻ ആണെങ്കിലും, ഈവൻ നിങ്ങൾ മാർക്കറ്റിംഗ് ആണെങ്കിലും, നിങ്ങൾ ദൈവത്തെ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ, ദൈവത്തെ എത്തിച്ചില്ലെങ്കിൽ, മിഷനിൽ അതല്ല നിങ്ങളുടെ ലൈഫിന് നിങ്ങൾ പ്രോബബിലിറ്റി കൊടുക്കുന്നതെങ്കിൽ, മക്കളെ, ജീവിതം നഷ്ടമാകും. എങ്ങനെയാണ് ഇതിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റുക? ഈ 3 മേഖലയെ എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുക? ഈ പെൺകുട്ടിയാണോ, ആ ചെറുപ്പക്കാരനാണോ, ഈ കോഴ്സാണോ, ആ കരിയറാണോ, എങ്ങനെയാണ് ചൂസ് ചെയ്യാൻ പറ്റുക? ഈ ഒരു സമയത്താണ് നമ്മൾക്ക് വളരെ ശക്തമായി ഒരു ഡിസിഷൻ വേണ്ടി വരിക. അതെങ്ങനെയാണ് നേരിടാൻ പറ്റുക? പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. പ്രോസസ് നമ്പർ 1, ബി ന്യൂട്രൽ. അത് വേണോ ഇത് വേണോ, എ ഓർ ബി, രണ്ടും എടുക്കുമ്പോൾ, എക്സ് ഓർ വൈ, രണ്ടും എടുക്കുമ്പോൾ എക്സിനോടും വൈയോടും ചേർന്ന് നിൽക്കരുത്. ബി ന്യൂട്രൽ എന്ന് വെച്ചാൽ ദൈവത്തോടു കൂടെ ആയിരിക്കണം. ചാഞ്ഞ് നിന്ന് ഒരിക്കലും ഒരു ഡിസിഷൻ ഇല്ല. എക്സിനെ ഇഷ്ടമായിരിക്കാം, എടുക്കരുത്. ഈ പയ്യനെ ഇഷ്ടമായിരിക്കാം, ഈ പെൺകുട്ടി ഇഷ്ടമായിരിക്കാം, നിർബന്ധം പിടിക്കരുത്. അങ്ങനെ നിർബന്ധം പിടിച്ച് പ്രാർത്ഥിച്ച് നേടേണ്ടതല്ല ജീവിത പങ്കാളിയോ കരിയറോ നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങളോ. ഒരു പെർഫെക്റ്റ് വില്ലിന് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ദൈവത്തിന് മുന്നിൽ ബി ന്യൂട്രൽ. ന്യൂട്രലായിരുന്നു കൊണ്ട് ഈ വർഷത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഇത് വേണോ വേണ്ടയോ? അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ പെർഫെക്റ്റ്ലി അതിനോട് ഗുഡ് ബൈ പറഞ്ഞേ മതിയാവുകയുള്ളൂ. ബി ന്യൂട്രൽ. ഇതൊന്നാമത്തെ പ്രോസസ്സാണ്. രണ്ടാമത്തെ പ്രോസസ്സ്, നിങ്ങൾ ഈ കാര്യത്തെ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കണം. എന്ന് വെച്ചാൽ നിങ്ങളതിനെ സറണ്ടർ ചെയ്ത് നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം.
എനിക്ക് ഈ എക്സിനെ വേണോ വൈയെ വേണോ? എനിക്ക് എക്സ് ആണോ വൈ ആണോ ചൂസ് ചെയ്യേണ്ടത്? ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക. അതിനെ ദൈവം തീരുമാനം തരണമെങ്കിൽ, വിൽ ഓഫ് ഗോഡാണ് ഞാൻ ചോദിക്കുന്നതെങ്കിൽ, വിൽ ഓഫ് ഗോഡിന് വേണ്ടി ദൈവത്തോട് ചോദിക്കണം. ദൈവമേ, എനിക്ക് റൈറ്റ് ഡിസിഷൻ തരണമേ എന്ന് ദൈവത്തോട് ചോദിക്കണം. അങ്ങനെ ദൈവത്തോട് ചോദിച്ച് ആ കാര്യത്തെ ദൈവത്തിന് മുന്നിൽ സമർപ്പിക്കണം. അത് പെട്ടെന്ന് കിട്ടുന്ന ഒരു മറുപടി ആകില്ല. ഒരിക്കലും ദൈവം അതിനെ നേരിട്ടിറങ്ങി വന്ന് ഇതാണ് എൻ്റെ ഹിതം, എക്സ് ആണ് അല്ലെ വൈ ആണ്, അങ്ങനെയൊന്നും ദൈവം പറയത്തില്ല. അങ്ങനെ നമ്മൾ ഒരു മാജിക്കായി ദൈവത്തിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്. ഈ സമയം പ്രാർത്ഥനയിലും സമർപ്പണത്തിലും വിട്ടുകൊടുത്താൽ മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോസസ്, വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. അത് വിവാഹത്തിലും കരിയറിലും ചിലപ്പോൾ കോഴ്സിലും നിരവധി കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. 3-4 കോഴ്സുകൾ തന്നെ വരും. നമ്പർ ഓഫ് പ്രപ്പോസൽസ് വരും, നമ്പർ ഓഫ് കരിയേഴ്സ് വരും. ഞാനിതൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നിനക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ നീ ഉറപ്പായി വെയിറ്റ് ചെയ്യണം. ഒരു മരം എങ്ങനെ വെയിറ്റ് ചെയ്യുക? ഒരു മരം വെയിറ്റ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം അതിൻ്റെ റൂട്ട് താഴേക്ക് വീണ്ടും വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. വെയിറ്റ് ചെയ്യുക എന്നാൽ അതിന് സമയം കളയുക എന്നല്ല അർത്ഥം. സമയം കളയുന്നതല്ല വെയിറ്റിംഗ്. വെയിറ്റിങ്ങിൻ്റെ അർത്ഥം നമ്മൾ യഥാർത്ഥത്തിൽ ദൈവത്തിൽ റൂട്ട് ചെയ്യുകയാണ്. നമ്മൾ ദൈവത്തിൽ റൂട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കർത്താവിൽ കൂടുതൽ ആശ്രയിക്കണം. തീരുമാനം കിട്ടുന്നില്ലേ, വീണ്ടും പ്രാർത്ഥിക്കണം. തീരുമാനം കിട്ടുന്നില്ല, വീണ്ടും, എന്നിട്ടും പ്രാർത്ഥിക്കണം. എന്നിട്ടും കിട്ടുന്നില്ലേ, വീണ്ടും പ്രാർത്ഥിക്കണം. അങ്ങനെ യുദ്ധം ചെയ്യണം. എന്നെ അനുഗ്രഹിക്കാതെ നിന്നെ ഞാൻ വിടില്ല എന്ന് യാക്കോബ് പറഞ്ഞതുപോലെ നിങ്ങൾ പറയണം. ഈ ഒരു സ്റ്റേജിലാണ് ദൈവം ഇടപെടുക. 4th സ്റ്റേജ്. ഇത് നിങ്ങളുടെ സ്റ്റേജ് അല്ല. ഒന്ന്, നിങ്ങൾ ദൈവത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്ന ഈ കാര്യങ്ങൾ ഓർക്കുക. ഒരു സ്റ്റേജിൽ നമ്മൾക്ക് റോളില്ലാത്ത വിധം ദൈവം ചില വ്യക്തികളെ ഉപയോഗിക്കും. അത് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ എവിടെ നിന്നെങ്കിലും ഒരു ഫോൺ കോൾ ആയിരിക്കാം. ഇന്ന ഒരാളുടെ കാര്യം, ഇന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ ഇന്ന ഒരു ജോബ് നീ അപ്ലൈ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും. അവിടെ നിന്ന് കിട്ടുന്ന ചില ഡിസിഷൻസ് ഉണ്ട്. അങ്ങനെ ദൈവം ചില എക്സ്റ്റേണൽ ഫാക്ടേഴ്സിനെയോ എക്സ്റ്റേണൽ വ്യക്തികളെയോ ദൈവം നിങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കും. അപ്പോൾ ഓർക്കുക, ബി ന്യൂട്രൽ. ഒന്നാമത്തെ കാര്യം ന്യൂട്രൽ ആയിരിക്കുക. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥിക്കണം, സറണ്ടർ ചെയ്യണം. മൂന്നാമത്തെ കാര്യം വെയിറ്റ് ചെയ്യണം, ജമ്പ് ചെയ്യരുത്. എപ്പോഴും ഓർക്കുക, എനിക്ക് ഒരു വിവാഹം കഴിക്കാൻ ഒരു ഡിസിഷൻ കിട്ടുന്നില്ലെങ്കിൽ നാളെ തന്നെ ഡിസിഷൻ വേണമെന്ന് കരുതി 24 മണിക്കൂറിനുള്ളിൽ ICU ഓപ്പറേഷൻ ചെയ്യാതിരിക്കുക. വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ ടൈം എടുക്കേണ്ടി വരും. ഒരു റിട്രീറ്റിന് പോകേണ്ടി വരും. ഒന്ന് ആരാധിക്കേണ്ടി വരും. ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റിയെ നിങ്ങൾ കൂട്ടിമുട്ടേണ്ടി വരും. എന്ത് പ്രോസസ്സ് എടുത്താലും ടേക്ക് ടൈം. കർത്താവുമായിട്ടിരിക്കുക. ന്യൂട്രൽ. അതിനുശേഷം പ്രാർത്ഥിക്കുക. മൂന്നാമതായി വെയിറ്റ് ചെയ്യുക. നാലാമത് ഒന്നും ചെയ്യേണ്ട. എക്സ്റ്റേണൽ ചില കാര്യങ്ങളിലൂടെ ദൈവം നിങ്ങൾക്ക് ചേർന്ന ഡിസിഷൻ എടുക്കാനുള്ള വഴികളെ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരും. ഈ പ്രോസസ്സിൽ നിങ്ങളെ സഹായിക്കാൻ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ദൈവവചനവുമായി ഒരുമിച്ചിരിക്കുക. ദൈവവചനവുമായി ഒരുമിച്ചിരിക്കുക. ഈ പുതുവർഷം ദൈവവുമായി കൂട്ടിമുട്ടിക്കൊണ്ടേയിരിക്കുക. ഈ വചനത്തിൻ്റെ സമയത്തും ദൈവത്തിൻ്റെ തീരുമാനങ്ങളുടെ സമയത്തും എപ്പോഴെങ്കിലും ബൈബിൾ തുറക്കുമ്പോഴോ റാൻഡംലി നിങ്ങളോട് ദൈവം സംസാരിക്കും. അങ്ങനെ സംസാരിക്കുന്ന കാര്യം നെഞ്ചിലെടുത്ത് ദൈവവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവിടെ നിങ്ങൾക്കൊരു ഡിസിഷൻ കിട്ടാൻ പറ്റും. രണ്ടാമത്തെ പ്രോസസ്സ്, നിങ്ങളൊരു ഗിഫ്റ്റ് ഓറിയൻറ്റഡ് പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ദൈവത്തിന് മുന്നിലിരുന്ന് ദർശനങ്ങളോ അതുമല്ലെങ്കിൽ ഏതെങ്കിലും റെവല്യൂഷൻസോ അല്ലെങ്കിൽ സ്പിരിച്വൽ തോട്ടുകളോ ഇൻറ്റ്യൂഷൻ പോലെ കടന്നു വരുന്ന സ്പിരിച്വൽ ഏതെങ്കിലും ഡിസിഷൻസോ നിങ്ങൾ കിട്ടുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആ ഗിഫ്റ്റ് ഓഫ് ദ ഹോളി സ്പിരിറ്റിനെ എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെ ഉപയോഗിക്കുക. അവ ഉപയോഗിച്ച് നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ വർക്കൗട്ട് ചെയ്യുക. അത് വ്യക്തിപരമായി ചെയ്യാം, കുടുംബമായും നിങ്ങൾക്ക് ആ ഡിസിഷനിലേക്ക് വരാം. ഒരു കോഴ്സിന് വേണ്ടി, ഒരു സാധ്യതയ്ക്ക് വേണ്ടി വീണ്ടും ഒന്നുകൂടെ നീറ്റ് എഴുതണോ, റിപ്പീറ്റ് ചെയ്യണോ, അതോ വേറെ ഞാൻ കോഴ്സ് ചൂസ് ചെയ്യണോ, എല്ലാത്തിലും ദൈവത്തിന് സംസാരിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, ആദ്യം നിങ്ങൾ തന്നെ ബൈബിളുമായി വചനവുമായി തീരുമാനമെടുക്കുക. തീരുമാനം അവിടെ കിട്ടുന്നില്ലെങ്കിൽ ഗിഫ്റ്റുകൾ ഉപയോഗിക്കാൻ നോക്കുക. അവിടെയും നിങ്ങൾ കിട്ടുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പിരിച്വൽ പേഴ്സണാലിറ്റി ഗിഫ്റ്റൊക്കെ ഉപയോഗിക്കുന്ന
ഒരു പേഴ്സണാലിറ്റി, ഒരു പ്രോഫറ്റിനെ കൂട്ടിമുട്ടുക. പ്രോഫറ്റസ് ആണെങ്കിലും പ്രോഫറ്റ് ആണെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അവരോടൊത്തിരുന്ന് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അത് നിങ്ങളുടെ ലൈഫിൽ ഒരു തീരുമാനം തരും. അതിൽ ലാസ്റ്റ് സ്റ്റേജ് ഏറ്റവും നല്ലത് നിങ്ങളുടെ പേരൻസ് ആയിരിക്കും. ഒരു മാതാപിതാക്കന്മാർ എടുക്കുന്ന ഒരു ഡിസിഷനും ഒരു വ്യക്തിക്ക് നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കാരണം നിങ്ങളറിയാതെ, നിങ്ങളുടെ മാതാപിതാക്കളറിയാതെ, നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങളെ സൃഷ്ടിച്ചവന് നിങ്ങളുടെ മാതാപിതാക്കളിലൂടെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു പ്രോസസ്സിനും നമ്മുടെ ലൈഫ് വിട്ടുകൊടുക്കുക. നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷനാണോ? ഈ പുതുവർഷത്തിൽ ഏതെങ്കിലും ഒരു കാര്യമോർത്ത് നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടോ? നിങ്ങളൊരു ഡിസിഷൻ മേക്കർ ആകണം. ആ ഡിസിഷൻ മേക്കിങ്ങിന് എല്ലാ സാധ്യതയും നിങ്ങൾ എടുക്കുക. ഈ ഡിസിഷൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഇതോടൊപ്പം ചില ഇൻഗ്രീഡിയൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? യേസ് പറയേണ്ടടുത്ത് യേസ് പറയണം, നോ പറയേണ്ടടുത്ത് നോ പറയണം. ചില റിലേഷൻഷിപ്സ്, ചില പാപങ്ങൾ, ചില വേദനകൾ, ചില ദുഃഖങ്ങൾ, ഗുഡ് ബൈ പറയേണ്ടതാണെങ്കിൽ സേ ഗുഡ് ബൈ. എല്ലാം പോയെന്നേ, പാസ്റ്റൊക്കെ അങ്ങ് കഴുകി വിശുദ്ധീകരിക്കുക. ജീവിതം അങ്ങ് മാറി മറിയും. നിങ്ങളെടുത്ത് നോക്ക്, നോവ മദ്യപിച്ച് തകർന്നവനെ ആണ് ദൈവം അതിശക്തനായ വ്യക്തിയാക്കി മാറ്റിയത്. യാക്കോബ് ചതിയനായിരുന്നു, ദൈവം മാറ്റിമറിച്ചു. മോശ വിക്കനായിരുന്നു, ദൈവം മാറ്റിമറിച്ചു. ഏബ്രഹാം സാറയെ വിട്ട് ഹാഗാറിൻ്റെ പുറകെ പോയ ഒരു വ്യക്തി, ദൈവം മാറ്റിമറിച്ചു. പൗലോസ് പാപത്തിൽ കൊലപാതകത്തിന് വിട്ടുകൊടുത്ത ജനത്തിന് പുറകെ കൊലപാതകം ചെയ്യാൻ കടന്നുപോയവനെ ദൈവം മാറ്റിമറിച്ചു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട യൗവനമേ, ബൈബിളും മുഴുവൻ ദൈവം ഒരാളെ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം കുപ്പയിൽ നിന്നും തൊട്ടിയിൽ നിന്നും വേദനയിൽ നിന്നുമാണ്. നമുക്കൊന്ന് കണ്ണടയ്ക്കാം, കൈകൾ രണ്ടും മാറോട് ചേർത്ത് പിടിക്കാം. നിങ്ങളെത്ര കൊടിയ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും കൈകളൊന്ന് മാറോട് ചേർത്ത് പിടിച്ച് ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക. ദൈവമേ, ഈ നിമിഷം ഈ മക്കളെ ഈ പുതുവർഷത്തിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നീ നല്ല ദൈവമാണ്. നിന്നെപ്പോലെ ഒരു ദൈവം ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഇല്ല. എനിക്ക് വിൽ ഓഫ് ഗോഡ് അറിയണം, എനിക്ക് ഡിസിഷൻ മേക്കർ ആവണം. ഒരു സ്പിരിച്വൽ ഡിസിഷൻ മേക്കർ ആകുവാൻ ദൈവമേ നീ എന്നെ സഹായിക്കണമേ. ഈ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ജനത്തെ തൊടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. വേദനയിലായിരിക്കുന്നവർ, കട്ടിലായിരിക്കുന്നവർ, രോഗത്തിലായിരിക്കുന്നവർ, നൊമ്പരത്തിലായിരിക്കുന്നവർ, ഒരു തീരുമാനമില്ലാതെ വിഷമിക്കുന്നവർ, എൻ്റെ പൊന്നു പരിശുദ്ധാത്മാവെ സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗത്തിൻ്റെ മേലും എല്ലാ നിരാശയുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നിക്ഷേപിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ സമയം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മകനെ, ദൈവം നിന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ബെഡ് റിഡനായി, ഒരു ആക്സിഡൻറ്റിന് ശേഷം ബെഡിൽ കിടക്കുന്ന ഒരു മകൻ, എൻ്റെ ജീവിതം പോയി എന്ന് കരുതി ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം നിങ്ങളെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ഇനി മുന്നോട്ട് വഴിയില്ല, കാരണം അവരുടെ മാതാപിതാക്കളിലോ കുടുംബത്തിൽ ആരോ മരിച്ച് തകർന്നു പോയ വ്യക്തിയെ ദൈവം തൊട്ടുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ ചോസൻ നിങ്ങളുടെ ജീവിതത്തെ തൊടുകയാണ്. ദൈവം നിങ്ങളുടെ ലൈഫ് അത്ഭുതകരമായി മാറ്റട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഓർക്കുക, ബി എ ഡിസിഷൻ മേക്കർ. ഇന്ന് ക്രൈസ്റ്റ് കൾച്ചർ ചോസനുമായി ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊന്നുമല്ല, നിങ്ങളൊരു സ്ട്രോങ് ഡിസിഷൻ മേക്കർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.